ഇനി കോട്ടയത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് പാലായിലും ഈരാറ്റുപേട്ടയിലൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത്. പൂഞ്ഞാറിലൊക്കെ ആ പ്രദേശത്തൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായതൊക്കെ പറഞ്ഞതാണ്. എന്തായാലും രാത്രി സമയത്ത് ഒരു കനത്ത മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കോട്ടയത്തെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. എങ്കിലും ഇപ്പോൾ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ വെള്ളക്കെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാലാ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങളുമായി ചെയ്തത്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെയാണല്ലോ ഒരു വെള്ളക്കെട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പാലായിലേക്ക് ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. രാത്രി കനത്തൊരു മഴയില്ലായിരുന്നു അല്ലേ? പൂജ, രാത്രി കനത്ത മഴ ഇല്ലായിരുന്നു. അത് തന്നെയാണ് ജില്ലയിൽ ഏറ്റവും വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം പാലയിലേക്ക് അവസ്ഥ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ രാത്രി കൂടി മഴയുണ്ടായിരുന്നെങ്കിൽ വീണ്ടും പാലയിലേക്ക് തന്നെ വെള്ളം എത്തുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഈ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഇല്ലിക്കൽ കവലയിലാണ്. സാധാരണഗതിയിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഒരു ചെറിയ മഴയോ അല്ലെങ്കിൽ ഒരു ശക്തമായ രീതിയിൽ ഒരു ദിവസമൊക്കെ തന്നെ നിൽക്കുന്ന മഴയൊക്കെ തന്നെ, അതായത് കിഴക്കൻ മേഖലയിൽ ഒരു മഴ ശക്തമായി പെയ്യുന്ന സമയത്ത് 2 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും ആ വെള്ളം എത്തുന്നത് ഈ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെയാണ്. അങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന മേഖലകളാണ് ഈ പറയുന്ന തിരുവാർപ്പ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഇല്ലിക്കൽ, കുമരകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അവരെയൊക്കെ തന്നെ സ്വാഭാവികമായും ഇത് ബാധിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ തരത്തിൽ വെള്ളം ഇങ്ങനെ ഉയരുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി കനത്ത മഴ പെയ്യാത്തത് അത് ഈ പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ തന്നെ വെള്ളം ഇറങ്ങിത്തുടങ്ങുന്നതിന് കാരണമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിനും കാര്യമായ രീതിയിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ നാട്ടുകാർ ഉൾപ്പെടെ ഒക്കെ ചേരുന്നുമുണ്ട്. വേറെ ഒരു നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു തട്ടുകട ഈ മഴയത്തും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ ചേട്ടാ? മഴയുണ്ട്, ഭയങ്കര മഴയാണ് ഇവിടെ. ഇന്നലെ വൈകിട്ട് മുതൽ ഭയങ്കര മഴയാണ്. വെള്ളം കൂടുതൽ ഇന്നലെ വൈകിട്ടാണ് കയറിയിരിക്കുന്നത് കണ്ടമാനമായിട്ട്. തിരുവാർപ്പ്, കുമരകം, ചങ്ങളം ഈ ഭാഗങ്ങളിലെല്ലാം ഭയങ്കര മഴയാണ്. പശു, ആട ഇതിനൊന്നും വെളിയിലോട്ടിറക്കി കെട്ടാൻ പോലും പറ്റുകയില്ല. ഇവിടെ 10-15 കൊല്ലമായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്ന സ്ഥലമാണ്. ആര് ഭരിക്കാൻ വന്നാലും ഒരു രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കുക. പറഞ്ഞ് മടുത്ത്. ഇവിടുന്ന് ഈ പാലം മുതൽ ചങ്ങളം വരെ ഭയങ്കര വെള്ളക്കുഴി. ഇതുപോലെ വീടുകളിലെല്ലാം വെള്ളം കയറി കിടക്കുക. എല്ലാ വീടുകളിലും പുറത്തോട്ടിറങ്ങാൻ പോലും ഓർത്തില്ല. ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുക. കട തുടങ്ങി. ഇന്നലെ വൈകിട്ട് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വന്ന് 4 മണിയായപ്പോൾ തുറന്നപ്പോൾ എല്ലാം വെള്ളം കയറി കട നിറഞ്ഞ് കിടക്കുക. എന്തെങ്കിലും ആൾക്കാർ വരുമ്പോൾ ഒരു ചായ കൊടുക്കണ്ടേ, അതിന് വേണ്ടി തുറന്നതാണ്. അത് നടക്കണം. അത് കാരണം രാവിലെ വന്ന് തുറന്ന്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ മഴ പെയ്യുന്ന സമയത്ത് ഇതിനേക്കാളുമൊക്കെ വെള്ളം ഇവിടെ കയറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ട്. മഴ നല്ലവണ്ണം വെള്ളം. ഇപ്പോൾ പേട്ടയിൽ ഉരുള് പൊട്ടിയതിൻ്റെ ഇത്രയും കൂടുതൽ വെള്ളം, അല്ലെങ്കിൽ ഇത്രയും വെള്ളം വരികയില്ലായിരുന്നു. അവിടെ നിന്ന് ഉരുള് പൊട്ടി. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളുമായിട്ട് കുറയും. കടയിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇരിക്കുന്ന ബെഞ്ചിലും കസേരയിലും ഒക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും മറ്റു ചില നാട്ടുകാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ പ്രദേശത്ത് അനധികൃതമായിട്ട് എല്ലായിടവും ഷട്ടർ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആലുമൂട് ഷട്ടർ, ഇല്ലിക്ക പാലത്തിങ്ക ഷട്ടർ, നിരവധി ഷട്ടറുകൾ ഇട്ടിരിക്കുകയാണ്. ഈ ഷട്ടറുകൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് വെള്ളം പല രീതിയിലോട്ട് പോകണില്ല. ഒരു പ്രദേശത്തായിട്ട് മാത്രം കേന്ദ്രീകരിക്കുകയാണ്. എല്ലാ റോഡുകളും പൊക്കിയപ്പോൾ പടിഞ്ഞാറൻ പ്രദേശം അതാണ് ഏറ്റവും വലിയ വെള്ളക്കെട്ടിലേക്ക് വരുന്നത്. ഈ ഷട്ടറാണ്. അപ്പോൾ അധികൃതർ ചെയ്യേണ്ടത് വെള്ളപ്പൊക്കം വരുമ്പോൾ ഷട്ടർ ഒരു പരിധി വരെ അത് ഉയർത്തി എല്ലായിടവും വെള്ളം എല്ലായിടവും കൂടി പോവുകയാണെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റും. ഈ ഷട്ടറാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഓരോരുത്തരും സ്വാധീനമുള്ളിടത്തെല്ലാം കൂടി ഷട്ടർ ഇട്ടിരിക്കുകയാണ്. അതാണ് ഇത്ര കണ്ട് വെള്ളക്കെട്ട് ഈ പ്രദേശത്തുണ്ടാകുന്ന, പടിഞ്ഞാറൻ പ്രദേശത്തുണ്ടാകുന്നത്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇറങ്ങി പോയിരിക്കും? ഇതിപ്പോൾ ചിലപ്പോൾ വെള്ളം ഇങ്ങനെ കൂടുവാണെങ്കിൽ പ്രളയത്തിനൊക്കെ ഒരാഴ്ച വെള്ളം കടന്ന് ഇതിപ്പോൾ ഒരു 6-5 ദിവസം ഇത് കിടക്കും ഇവിടെ. കാരണം കായൽ വെള്ളം, കടലിലോട്ട് വെള്ളം വലിക്കാതെ ഇതൊന്നും നടക്കത്തില്ല. ഇപ്പോൾ തണ്ണീർമുക്കത്തിൻ്റെ ഷട്ടറെല്ലാം പൊക്കിയെന്നാണ് പറയുന്നത്. എന്നാൽ പോലും പടിഞ്ഞാറൻ പ്രദേശം, ഇല്ലിക്ക മാത്രമല്ല, തിരുവാർപ്പ്, കാഞ്ഞിരം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ഷട്ടർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ വിഷയം. അനധികൃതമായിട്ട് എല്ലായിടവും ഷട്ടർ. മുനിസിപ്പാലിറ്റി ഏരിയയിൽ മുഴുവൻ ഷട്ടർ ഇട്ടിരിക്കുകയാണ്. അങ്ങോട്ട് വെള്ളം കയറുന്നില്ല. ഈ വെള്ളം മുഴുവൻ ഈ പ്രദേശത്തോട്ടാണ് വരുന്നത്. കിഴക്ക് ഉരുള് പൊട്ടിയതല്ലേ ഇത്രയും പെട്ടെന്ന്? അത് ഉരുള് പൊട്ടിയതുകൊണ്ടൊക്കെ വെള്ളമൊക്കെ അത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. ഇതൊന്നും സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും പടിഞ്ഞാറൻ പ്രദേശത്ത് വെള്ളക്കെട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ വെള്ളക്കെട്ടിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇതാണ്. റോഡുകളെല്ലാം ഒത്തിരി പൊക്കി ഈ ഷട്ടറുകൾ എല്ലായിടും ഷട്ടർ ഇട്ടിരിക്കുകയാണ്. വെള്ളം ഒരു സ്ഥലത്തോട്ടും പോകണില്ല. ഒരു കുറച്ച് പ്രദേശത്ത് ഈ തിരുവാർപ്പ്, കുമരകം പ്രദേശത്തിൻ്റെ ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശത്തോട്ട് വെള്ളം വന്ന് വല്ലാതെ അടിഞ്ഞുകൂടി ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യമാണ്.
അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ പൂജ, ഇത് ഏതെങ്കിലും ഒരു മഴക്കാലത്ത് മാത്രം പ്രശ്നമല്ല എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. എല്ലാ മഴക്കാലത്തും കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയുടെ അവസ്ഥ ഇത് തന്നെയാണ്. മഴ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വർഷങ്ങൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ ഉൾപ്പെടെയുള്ള ഈ മേഖലകളിലൊക്കെ തന്നെ പ്രദേശം ഒരേ അവസ്ഥ തന്നെയാണ്. കാരണം ഒരു മഴ ഒന്ന് ശക്തമായി പെയ്തു കഴിഞ്ഞാൽ അത് ഈ പ്രദേശം മുഴുവനുമായിട്ട് ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാകും. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ ഒരു മഴ നിന്ന് പെയ്ത് കഴിഞ്ഞാൽ, ഒരു 2-3 മണിക്കൂർ മഴ നിന്ന് പെയ്ത് കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായി വെള്ളം മീനച്ചിലാറിലൂടെ, മണിമലയാറിലൂടെയൊക്കെ എത്തുന്നത് ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ്. അതാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായൊക്കെ തന്നെ ബാധിക്കാറുള്ളത്. എന്തായാലും ഈ പാല ഉൾപ്പെടെയുള്ള, പാല, ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ഇന്നലെ ഏറ്റവും ആശങ്കയിൽ നിന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നത് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നലെ രാത്രി കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ മഴ കനക്കുകയാണെങ്കിൽ അത് വീണ്ടും പാലായിലൊക്കെ തന്നെ അതിരൂക്ഷമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഇന്നലെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ആ തരത്തിൽ മഴ പെയ്തില്ല. ജില്ലയിലെ ഒരു പൊതുസ്ഥിതി പറയുകയാണെങ്കിൽ ആകെ 35 ക്യാമ്പാണ് പ്രവർത്തിക്കുന്നത്. അതിലാകെ 824 പേർ ആ 35 ക്യാമ്പുകളിലായി ജില്ലയിലെ വിവിധയിടങ്ങളിലൊക്കെ തന്നെ കഴിയുന്നുണ്ട്. അതിനൊപ്പം തന്നെ രാത്രികാല ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ ഈ രാത്രികാല യാത്രയ്ക്കുൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി, ഇലവിഴ, പൂഞ്ചിറ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ മഴ ഇന്നലെ കുറഞ്ഞു എന്ന് കരുതി ആരും പുറത്തേക്കും അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഒന്നും ഇറങ്ങരുത് എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം മഴയാണ്, എപ്പോൾ വേണമെങ്കിലും പെയ്യാം. ആ തരത്തിലുള്ള ജാഗ്രത എല്ലാവരും പാലിക്കേണ്ടതായിട്ടുമുണ്ട്. പൂജ.